everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററുടെ NCERT ലൈൻ ബൈ ലൈൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ എക്കോസിസ്റ്റമിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും, സോ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് യു മീൻ ബൈ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, സോ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൈമറി പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡീകോമ്പോസിഷൻ. സോ ഡീകോമ്പോസിഷൻ പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ആ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ എനർജി ഫ്ലോ, ഒരു ട്രോഫിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോഫിക് ലെവലിലേക്ക് എങ്ങനെയാണ് ഈ എനർജി പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ എക്കോളജിക്കൽ പിരമിഡ്. എന്താണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. എക്കോസിസ്റ്റം. ഓക്കെ, സോ എന്താണ് എക്കോസിസ്റ്റം? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് എക്കോസിസ്റ്റം എന്ന് നോക്കാം. An ecosystem can be visualized as a functional unit. It is a functional unit of nature where living organisms interact among themselves. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സോ ഇതൊരു ഫങ്ഷണൽ യൂണിറ്റ് ആണ്. ഈ ഫങ്ഷണൽ യൂണിറ്റിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ലിവിങ് ഓർഗാനിസം ഇന്ററാക്ട് അമോങ് ദംസെൽസ്. അത് തമ്മിൽ ലിവിങ് ഓർഗാനിസം തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ആൻഡ് ഓൾസോ വിത്ത് ദി സറൗണ്ടിങ് ഫിസിക്കൽ എൻവയറൺമെന്റ്, അതിന് ചുറ്റുമുള്ള ഫിസിക്കൽ എൻവയറൺമെന്റ്, നോൺ ലിവിങ് ഓബ്ജക്റ്റിന്റെ കൂടെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? എക്കോസിസ്റ്റം എന്ന് വിളിക്കും. സോ എക്കോസിസ്റ്റം വേരി ഗ്രേറ്റ്ലി ഇൻ സൈസ് from a small pond to a large forest or sea. So കുഞ്ഞു എക്കോസിസ്റ്റമും ഉണ്ട്, വലിയ എക്കോസിസ്റ്റമും ഉണ്ട്. കുഞ്ഞു എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ പോണ്ട് ആവാം. പോണ്ട് എന്ന് പറയുന്നത് വളരെ കുഞ്ഞ്, അതായത് നമ്മളെ വീട്ടിന്റെ മുറ്റത്തിലുള്ള കുളം അല്ലെ. സോ അതും ഒരു എക്കോസിസ്റ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് കണ്ണിൽ എത്തിപ്പെടാവുന്നത്ര ദൂരം നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിലും തീരാത്തത്ര വലിയ കടലുണ്ട്, അതും ഒരു എക്കോസിസ്റ്റം ആണ് അല്ലെ. സോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്. മെനി എക്കോളജിസ്റ്റ് റിഗാർഡഡ് ദി എൻറ്റയർ ബയോസ്ഫിയർ ആസ് ഗ്ലോബൽ എക്കോസിസ്റ്റം. എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ എൻറ്റയർ എർത്തിനെ, ഓക്കെ, നമ്മുടെ എർത്തിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്? ഒരു ഗ്ലോബൽ എക്കോസിസ്റ്റം. ഓക്കെ, സോ എൻറ്റയർ ബയോസ്ഫിയർ ആസ് എ ഗ്ലോബൽ എക്കോസിസ്റ്റം ആസ് എ കോമ്പോസിറ്റ് ഓഫ് ആൾ ലോക്കൽ എക്കോസിസ്റ്റം ഓൺ എർത്ത്. അതായത് ലോക്കൽ എക്കോസിസ്റ്റം ഒക്കെ ഉള്ള ഒരു കമ്പൈൻ ആയിട്ടുള്ള ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വലിയ എക്കോസിസ്റ്റം ആയിട്ട് നമ്മുടെ എർത്തിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സിൻസ് ദിസ് സിസ്റ്റം ഇസ് too much big and complex to be studied at one time. So ഒരു സമയത്തിൽ തന്നെ നമുക്ക് ഇതിലുള്ള എല്ലാ കോമ്പണൻസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് അല്ലെ. സോ എർത്തിലുള്ള എല്ലാ എക്കോസിസ്റ്റമിനെ പറ്റിയിട്ട് ഒരുമിച്ച് നമുക്ക് പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സിൻസ് ദിസ് സിസ്റ്റം ഈസ് too much big and complex to be studied at one time, it is convenient to divide into two basic category. ഇതിനെ നമ്മൾ ബേസിക് കാറ്റഗറി, രണ്ട് ബേസിക് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതൊക്കെയാണത്? ദാറ്റ് ഈസ് ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ഓക്കെ, ഏതൊക്കെയാണ്? ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ഇതിൽ ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ് ആൻഡ് ഡെസേർട്ട്. സോ ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്, ഡെസേർട്ട് എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണ്. എക്കോസിസ്റ്റം example for terrestrial ecosystem. and pond, lake, wetland. സോ ഇതൊക്കെ എന്തിന്റെ എക്കോസിസ്റ്റമിന്റെയാണ്? വെറ്റ്ലാൻഡ്, റിവർ, എസ്റ്റുറീസ്, ഇതൊക്കെ എന്താണ്? ദാറ്റ് ഈസ് അക്വാട്ടിക് എക്കോസിസ്റ്റമിനുള്ള ഒരു എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ക്രോപ്പ് ഫീൽഡും അതുപോലെ തന്നെ അക്വേറിയം, ഇത് രണ്ടും, ക്രോപ്പ് ഫീൽഡും അതുപോലെ തന്നെ അക്വേറിയം, ഇത് രണ്ടും എന്താണ്? മാൻമെയ്ഡ് എക്കോസിസ്റ്റം ആണ്. ഓക്കെ, സോ ദീസ് ടു ആർ മാൻമെയ്ഡ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എക്കോസിസ്റ്റം ആണ്. നാച്ചുറലി ഉള്ളതല്ല, മാൻമെയ്ഡ് എക്കോസിസ്റ്റം ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വാട്ട് യു മീൻ ബൈ എക്കോസിസ്റ്റം എന്ന് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം പഠിച്ചു. ആൻഡ് എന്താ മാൻമെയ്ഡ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. യെസ്, ഓക്കെ, സോ വി വിൽ ഫസ്റ്റ് ലുക്ക് അറ്റ് ദി സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം ആണ്. ഇൻ ഓർഡർ ടു അപ്രീഷിയേറ്റ് ദി ഇൻപുട്ട്
ഓക്കെ, സോ അവിടെ എന്താണ് പ്രൊഡക്ടിവിറ്റി നടക്കുന്നുള്ളത്, എത്ര നടക്കുന്നുണ്ട്, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നുള്ളത്, ഒരു എക്കോസിസ്റ്റമിന്റെ സ്ട്രക്ചർ ആണ് നോക്കുന്നുള്ളത്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് എനർജി. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് എനർജി, ഒരു ട്രോഫിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോഫിക് ലെവലിലേക്ക് എങ്ങനെയാണ് ഈ ഒരു എനർജി ട്രാൻസ്ഫർ ആവുന്നുള്ളത്, അത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ചെയിനും ഫുഡ് വെബും ന്യൂട്രിയൻ സൈക്കിളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഡീഗ്രഡേഷനും എനർജി ലോസും ആണ്. ഓക്കെ, സോ ഡീകമ്പോസിഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരു ട്രോഫിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ ഒരുപാട് എനർജി ലോസ് ആയി പോകുന്നുണ്ട്. ആ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. വി ഓൾസോ ലുക്ക് അറ്റ് ദി റിലേഷൻഷിപ്പ്. ഓക്കെ, സൈക്കിൾസ്, ചെയിൻ, വെബ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ആർ ക്രിയേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദീസ് എനർജി ഫ്ലോ വിത്തിൻ ദി സിസ്റ്റം ആൻഡ് ഓൾസോ ദെയർ ഇന്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്, അതായത് പ്രൊഡക്ടിവിറ്റി, എനർജി ട്രാൻസ്ഫറും അതുപോലെ തന്നെ നമ്മൾ ഡീകമ്പോസിഷന്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നുള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളത് എന്താണ്, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഒരു എക്കോസിസ്റ്റമിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നുള്ളത്. In earlier classes, you have looked at the various components of environment. So, ഒരു environmental എന്തൊക്കെ components ഉണ്ടാവുമെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ലോവർ ക്ലാസ്സസിൽ ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എബയോട്ടിക്കും ബയോട്ടിക് കോമ്പണൻസ് ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എബയോട്ടിക് അതായത് നോൺ ലിവിങ് ഒബ്ജക്ട്സും അതുപോലെ തന്നെ ലിവിങ് തിങ്സും ഒരു എക്കോസിസ്റ്റമിൽ കാണാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. You have studied how the individual biotic and abiotic factor affected each other and their surrounding. അല്ലെ, നമ്മൾ ആൾറെഡി അതായത് ഒരു ലിവിങ് സബ്സ്റ്റൻസ്, ഒരു ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലിവിങ് തിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് ഫങ്ഷൻസ് ആ ഒരു എക്കോസിസ്റ്റമിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. സോ ആ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ലോവർ ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെറ്റ് us ലുക്ക് അറ്റ് ദീസ് കോമ്പണന്റ് ഇൻ മോർ ഇന്റഗ്രേറ്റഡ് മാനർ. അതായത് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ എബയോട്ടിക്കും ബയോട്ടിക് കോമ്പണൻസ് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. ആൻഡ് see how the flow of energy takes place within these component of an ecosystem. അതുപോലെ തന്നെ എനർജി ഏത് രീതിയിലാണ് ഈ ഒരു എക്കോസിസ്റ്റമിലുള്ള ഓർഗാനിസമിൽ ഇങ്ങനെ മൂവ് ആയതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നുള്ളത്. ഇന്ററാക്ഷൻ ഓഫ് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കോമ്പണന്റ് റിസൾട്ട് ഇൻ ഫിസിക്കൽ സ്ട്രക്ചർ. ഒരു എക്കോസിസ്റ്റം എങ്ങനെ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ബയോട്ടിക് എബയോട്ടിക് കോമ്പണൻസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ഇന്ററാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം. അതാണ് ഒരു എക്കോസിസ്റ്റമിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്. Okay, identification and enumeration of plant and animal species of an ecosystem give its species composition. So, ഒരു ecosystem-ന്റെ ഓക്കെ, അത് അക്വാട്ടിക് എക്കോസിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആയിക്കോട്ടെ, ഏത് എക്കോസിസ്റ്റം ആയിക്കോട്ടെ, ആ ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റമിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ് ഉള്ളത്, ഏതൊക്കെ സ്പീഷീസ് ഓഫ് ഓർഗാനിസം ആണ് ഉള്ളത് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതായത് ഈച്ച് ആൻഡ് എവറി ഓർഗാനിസമിനെ നമ്മൾ എന്താ നമ്പറിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, സ്പീഷീസ് കോമ്പോസിഷൻ. സ്പീഷീസ് കോമ്പോസിഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എക്കോസിസ്റ്റം. ഇപ്പൊ നമ്മൾ ഗ്രാസ് ലാൻഡിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സ്പീഷീസ് കോമ്പോസിഷൻ ഓഫ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഫോറസ്റ്റിലാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ സ്പീഷീസ് കോമ്പോസിഷൻ ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഏത് ഫോറസ്റ്റ് എന്നും കൂടെ നമ്മൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഏത് പർട്ടിക്കുലർ റീജിയനിലുള്ള ഫോറസ്റ്റ്, സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് വിളിക്കും. അടുത്ത് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. സി, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് occupying different level is called stratification. So stratification എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്കോസിസ്റ്റം, ഇതൊരു എക്കോസിസ്റ്റം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആണ്. ഈ ഫോറസ്റ്റ് എക്കോസിസ്റ്റമിൽ നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ഓൺലി അബൌട്ട് പ്ലാന്റ്സ്. ഓക്കെ, സോ നമ്മൾ പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഹേർബ്സ് ഉണ്ടാവും അല്ലെ, പുല്ല്, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ചെടികൾ, മോണോകോട്ടിലിഡനസ് ചെടികൾ അല്ലെ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫോറസ്റ്റിൽ. അതുപോലെ തന്നെ കുറച്ച്
കുറച്ച് വലുതായിട്ട്, അതായത് ഇന്റർമീഡിയറ്റ് ലെവലിൽ വളരാൻ പറ്റുന്ന ഒരു ഷ്രബ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല നീളത്തിൽ വളരുന്ന വലിയ വലിയ പ്ലാന്റ്സിനെയും നമുക്ക് കാണാൻ പറ്റും, നല്ല ഹൈറ്റിൽ വളരുന്ന പ്ലാന്റ്സ്. സോ ഇതിന് നമുക്ക് ഈസി ആയിട്ട് ഏതൊക്കെ ടോപ്പ് ലെവലിൽ വളരുന്ന പ്ലാന്റ്സ് എന്ന് നമുക്ക് ഒരു ലെയർ ആയിട്ട് എടുക്കാം. രണ്ടാമത് ഷ്രബ്സ് ഏതൊക്കെയുണ്ട് ആ ഒരു എക്കോസിസ്റ്റമിൽ നമുക്ക് രണ്ടാമത്തെ ലെയർ ആയിട്ട് എടുക്കാം. ആൻഡ് ഏതൊക്കെ ഹെർബ്സ് ആണ് ഉള്ളതെന്ന് നോക്കിയിട്ട് അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മൂന്നാമത്തെ ലെയർ ആയിട്ട് എടുക്കാം. സോ ഇങ്ങനെ നമുക്ക് വേർതിരിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫിക്കേഷൻ. എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ട്രീ ഓക്യുപൈ ടോപ്പ് വെർട്ടിക്കൽ സ്ട്രേറ്റ അല്ലെ, ആൻഡ് ലെയർ ഓഫ് എ ഫോറസ്റ്റ്. Shrubs is the second അല്ലെ, shrubs second ആണ്, ആൻഡ് herbs and grasses occupy the third അല്ലെങ്കിൽ ബോട്ടം ലെയർ. സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കും. ഓക്കെ, സോ ദ കോമ്പണന്റ്സ് ഓഫ് എക്കോസിസ്റ്റം ആർ സീൻ to function as a unit with when you consider the following aspect. Okay, the component of ecosystem are seen to function as a unit. അതായത് ഈ എല്ലാ കോമ്പണന്റ് ഓഫ് അതായത് ബയോട്ടിക് കോമ്പണൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ കോമ്പണൻസ് ഒക്കെ ഒരുമിച്ച് കൂടിയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ 4 ഫോളോവിങ്, അതായത് ഇവിടെ കാണുന്ന ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. എന്തൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്കിൾ. ഇത്രയും കാര്യങ്ങൾ ഈ എബയോട്ടിക് കോമ്പണൻസ് ഒരുമിച്ച് കൂടിയിട്ടാണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോ ഒരു പോണ്ട് എക്കോസിസ്റ്റം നോക്കുകയാണ്. ആ പോണ്ട് എക്കോസിസ്റ്റമിൽ എന്തൊക്കെയാണ് സ്ട്രക്ചറൽ കോമ്പണൻസ് അതുപോലെ തന്നെ ഫങ്ഷണൽ കോമ്പണൻസ് നടക്കാൻ പോകുന്നത് നമുക്ക് പഠിക്കാം. യെസ്, ടു അണ്ടർസ്റ്റാൻഡ് ദി എത്തോസ് ഓഫ് ആൻ അക്വാട്ടിക് എക്കോസിസ്റ്റം. ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റമിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഒരു ബിഗിനിങ്, അതായത് ഒരു സ്റ്റാർട്ടിങ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പോണ്ട് എക്കോസിസ്റ്റമിനെ എടുത്തിട്ട് ഒരു പോണ്ട് എക്കോസിസ്റ്റമിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഒരു പോണ്ട് എക്കോസിസ്റ്റമിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പോണ്ട് എക്കോസിസ്റ്റമിലുള്ളത്, അത് എന്തൊക്കെ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നുള്ളത്, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദിസ് ഈസ് ഫെയർലി എ സെൽഫ് സസ്റ്റൈനബിൾ യൂണിറ്റ്. ഓക്കെ, ഇത് സെൽഫ് സസ്റ്റൈനബിൾ യൂണിറ്റ് ആണ്. അതായത് ഈ ഒരു എക്കോസിസ്റ്റമില് ഈ 4 കാര്യങ്ങളും, അതായത് പ്രൊഡക്ടിവിറ്റിയും ഉണ്ട്, ഡീകമ്പോസിഷനും ഉണ്ട്, എനർജി ഫ്ലോയും ഉണ്ട്, ന്യൂട്രിയൻ സൈക്കിളും ഉണ്ട്. സോ ഇത് വേറെ ആരും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. സോ സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് പോണ്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് റാദർ എ സിമ്പിൾ എക്സാമ്പിൾ അല്ലെ. അത് മാത്രമല്ല, എല്ലാം ഉണ്ടെങ്കിലും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് എല്ലാ കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്ററാക്ഷന് അക്വാട്ടിക് എക്കോസിസ്റ്റമിലുള്ള എല്ലാ കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ എക്കോസിസ്റ്റമിൽ കാണാൻ പറ്റുന്ന എല്ലാ കൈൻഡ് ഓഫ് ഫങ്ഷൻസും നമുക്ക് ഈ ഒരു എക്കോസിസ്റ്റമിൽ കാണാൻ പറ്റും. A pond is a shallow water body in which all the above mentioned 4 basic components of an ecosystem are well exhibited. Right? So ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഷാലോ ബോഡി, അതായത് ഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്നതല്ല, ഒരു കെട്ടി നിൽക്കുന്ന ഒരു വെള്ളമാണ്. സോ ഈ വെള്ളത്തില് നമുക്ക് എന്ത് കാണാൻ പറ്റും? 4 ബേസിക് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഡക്ടിവിറ്റിയും എനർജി ഫ്ലോയും അതുപോലെ തന്നെ ഡീകമ്പോസിഷനും ആൻഡ് ന്യൂട്രിയൻ സൈക്കിൾ, ഈ എല്ലാ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസും ഈ ഒരു എക്കോസിസ്റ്റമിൽ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ്? ഓക്കെ, ദ എബയോട്ടിക് കോമ്പണന്റ് ഈസ് ദി വാട്ടർ. ആദ്യത്തെ ഏതാണ്? വാട്ടർ. എബയോട്ടിക് കോമ്പണന്റ് ഏതാണ്? വാട്ടർ വിത്ത് ആൾ ദി ഡിസോൾവ്ഡ് ഇൻഓർഗാനിക് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റൻസ്. ഈ വാട്ടറിൽ നമുക്ക് ഇൻഓർഗാനിക് സബ്സ്റ്റൻസും കാണാൻ പറ്റും, ഓർഗാനിക് സബ്സ്റ്റൻസും കാണാൻ പറ്റും. ആൻഡ് റിച്ച് സോയിൽ ഡിപ്പോസിറ്റ് അറ്റ് ദി ബോട്ടം ഓഫ് ദി പോണ്ട് അല്ലെ. സോ ബോട്ടം ഓഫ് ദി പോണ്ടിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുക? റിച്ച് ആയിട്ടുള്ള, നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇവിടെ വേറെ ആളും ഉണ്ട്, വേറെ ആൾക്കാർ, ഒരുപാട് എബയോട്ടിക് കോമ്പണൻസ് ഉണ്ടല്ലോ. അതിൽ രണ്ടാമത്തേതാണ് സോലാർ. ഓക്കെ, അതായത് സൺലൈറ്റ്. സോലാർ ഇൻപുട്ട്, ദ സൈക്കിൾ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, സൈക്കിൾ ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്, ഡേ ലെങ്ത് ഉണ്ട്, ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഫംഗ്ഷൻ, അതായത് എൻറ്റയർ പോണ്ടിന്റെ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടോ അതിനെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സൺലൈറ്റും നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ദി ഓട്ടോട്രോഫിക് കോമ്പണൻസ്, അതായത് ബയോട്ടിക്കിലെത്തി നമ്മള്. ബയോട്ടിക്കില് എന്താണ്? ഓട്ടോട്രോഫിക് കോമ്പണൻസ്. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ ക്ലോറോ
ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ഒരു ഓർഗാനിസം ആണ്, അതായത് പ്ലാന്റ്. റൈറ്റ്. സോ പ്ലാന്റിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഫൈറ്റോ പ്ലാങ്ക്ടോൺസ്, അതായത് മൈക്രോ ഓർഗാനിസം വിച്ച് ഫ്ലോട്ട് ഓൺ ദി വാട്ടർ. ഓക്കെ, വാട്ടറിന്റെ സർഫേസിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ് വിച്ച് കണ്ടെയ്നിങ് ക്ലോറോപ്ലാസ്റ്റ്. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കും? ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് എന്ന് വിളിക്കും. സം ആൽഗെ ആൻഡ് ഫ്ലോട്ടിംഗ് സബ്മർജ്ഡ് ആൻഡ് മാർജിനൽ പ്ലാന്റ്സ്. സോ ആൽഗയും നമുക്ക് കാണാൻ പറ്റും ആ വാട്ടറിൽ, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സും കാണാൻ പറ്റും, സബ്മർജ്ഡ് ആയിട്ട് അത് കംപ്ലീറ്റ്ലി മുങ്ങിക്കിടക്കുന്ന പോലത്തെ പ്ലാന്റ്സും കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കരയിൽ, അതായത് പോണ്ടിന്റെ കരയിൽ, കുളക്കരയിലൊക്കെ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ചെടികളും നമുക്ക് കാണാൻ പറ്റും അല്ലെ. സോ ഇതൊക്കെ എന്താണ്? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. എന്താണ്? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. സോ ഇതെല്ലാം ഓട്ടോട്രോഫിക് ആണ്. റൈറ്റ്. സോ അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് കൺസ്യൂമേഴ്സ് ആണ് അല്ലെ. അടുത്തത് എന്താണ്? കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ആൾ ആർ ആനിമൽസ്. റൈറ്റ്. സോ അനിമൽസ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് സൂ പ്ലാങ്ക്ടോൺസ് ആണ്. ഓക്കെ, സൂ പ്ലാങ്ക്ടോൺസ് മാത്രമല്ല ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ബോട്ടമില് ഇങ്ങനെ നടന്ന് ഡ്വെൽ ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. അതിപ്പോ സ്നേക്ക് ആകാം, അതുപോലെ തന്നെ ഫ്രീ ഫ്ലോട്ടിങ് ആയിരിക്കുന്ന സൂ പ്ലാങ്ക്ടോൺസ് ആവാം, തവളയാകാം, ടാഡ്പോൾ ലാർവ ആകാം, ഫിഷസ് ആകാം അല്ലെ. സോ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ്? ടോട്ടോയ്സ് ആവാം. ഇങ്ങനെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് പോണ്ട് എക്കോസിസ്റ്റമിൽ. സോ അതൊക്കെ എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്. ദിസ് സിസ്റ്റം പെർഫോംസ് ആൾ ദി ഫങ്ഷൻ. ഓക്കെ, ഒരെണ്ണം കൂടെ പറഞ്ഞില്ലല്ലോ, അതായത് ഡീകമ്പോസേഴ്സ് അല്ലെ. ഡീകമ്പോസേഴ്സ് ആരൊക്കെയാണ്? ഫംഗൈ, ബാക്ടീരിയ, ഫ്ലജല്ലേറ്റ്സ്. സോ ഇതൊക്കെ എന്താണ്? ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, സോ ഇതെല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫങ്ഷണൽ എക്കോസിസ്റ്റം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. ഓക്കെ, സോ കൺവേർഷൻ ഓഫ് ഇനോർഗാനിക് ഇൻടു ഓർഗാനിക് മെറ്റീരിയൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഡിയന്റ് എനർജി ഓഫ് സൺ ബൈ ഓട്ടോട്രോഫ്. അതായത് നമ്മുടെ ഓട്ടോട്രോഫ്സ്, അതായത് പ്ലാന്റ്സ് എന്താണ് ചെയ്യുന്നുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഇത് ഇനോർഗാനിക് സബ്സ്റ്റൻസ് വെച്ചിട്ട് ഒരു ഓർഗാനിക് മെറ്റീരിയലിനെ പ്രൊഡ്യൂസ് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ് അല്ലെ. സൺലൈറ്റിനെ വെച്ചിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്തു. സോ സൺ എനർജീനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഓർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ്, സോ ഈ ഒരു ഗ്ലൂക്കോസ് കൺസ്യൂമർ കഴിക്കും. കൺസ്യൂമറിന്റെ ബോഡിക്കകത്ത് ഇപ്പൊ എന്തുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട്. റൈറ്റ്. സോ ഈ ഗ്ലൂക്കോസിനെ അഗെയിൻ എന്താക്കി മാറ്റും? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ആക്കി മാറ്റും ടു പ്രൊഡ്യൂസ് ATP. നമ്മുടെ ബോഡിയിൽ ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരും, എല്ലാ ലിവിങ് ഓർഗാനിസമും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്ത് റിലീസ് ആവുന്നുണ്ട്? ATP റിലീസ് ആവുന്നുണ്ട്. ആ ഒരു എനർജിനെ വെച്ചിട്ടാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് അല്ലെ. സോ അത് മാത്രമല്ല നമ്മൾ നമ്മുടെ ലൈഫ് സ്പാൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മരിച്ചു പോകുമല്ലോ. നമ്മൾ മരിച്ചു പോയതിനു ശേഷം വി ആർ ജസ്റ്റ് ഓർഗാനിക് മാറ്റർ അല്ലെ. ആ ഓർഗാനിക് മാറ്ററിലുള്ള ന്യൂട്രിയൻസിനെ ഒക്കെ പിച്ചി ചീന്തി മണ്ണിലോട് ലയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോയിലിലുള്ള ഒരുപാട് ഡീകമ്പോസേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഈ ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസ് എന്താവുന്നുണ്ട്? ഫോം ആവുന്നുണ്ട്, സോയിലിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതായത് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഓർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്, ഓർഗാനിക് സബ്സ്റ്റൻസ് അഗൈൻ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്. സോ ഇതുപോലെയുള്ള ഒരു സൈക്ലിക് ഈവന്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഒരു എക്കോസിസ്റ്റമിൽ, ഒരു ഫങ്ഷണൽ എക്കോസിസ്റ്റമിൽ ഇങ്ങനെയുള്ള ഒരു സൈക്ലിക് ഈവന്റ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ കൺവേർഷൻ ഓഫ് ഇനോർഗാനിക് ഇൻടു ഓർഗാനിക് മെറ്റീരിയൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഡിയന്റ് എനർജി ഓഫ് ദി സൺ ബൈ ഓട്ടോട്രോഫ്സ്, കൺസപ്ഷൻ ഓഫ് ദി ഓട്ടോട്രോഫ്സ് ബൈ ഹെറ്ററോട്രോഫ്സ്, അതായത് ഞങ്ങള്, and decomposition and mineralization of dead matter to release them back to for reuse of autotrophs. അതായത് ഓട്ടോട്രോഫ്സിന് അഗെയിൻ ഈ മെറ്റീരിയൽ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കണം. ഓക്കെ, എല്ലാ അനിമൽസും പ്ലാന്റ്സും ഒക്കെ ഡെഡ് ആൻഡ് ഡീക്കേ ആവണം. അത് കഴിഞ്ഞാല് എന്താവുള്ളൂ? ആ ന്യൂട്രിയൻസ് പിന്നെയും സോയിലിലേക്ക് എത്തുള്ളൂ. സോയിലിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും അത് എന്താവുള്ളൂ? ഒരു പ്ലാന്റിലേക്ക് പോകുള്ളൂ. ആ പ്ലാന്റിൽ നിന്ന് പിന്നെ നമ്മൾ കൺസ്യൂമേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ആ പ്ലാന്റിനെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റിന്റെ പ്രോഡക്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ ആ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുള്ളൂ.
ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു സൈക്ലിക്കൽ ഈവന്റ് ആണ് ഇവിടെ നടക്കുന്നുള്ളത്. പക്ഷേ ഇവിടെ എനർജി എന്ന് പറയുന്ന സാധനം യൂണി ഡയറക്ഷണൽ ആണ്. ഓക്കെ, എനർജി എപ്പോഴും യൂണി ഡയറക്ഷണൽ ആണ്. ഓക്കെ, സോ ബോട്ടം ട്രോപ്പിക് ലെവലിലായിരിക്കും എപ്പോഴും എനർജി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പക്ഷെ ഹയർ ട്രോപ്പിക് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനർജി ലെവൽ ഡ്രോപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എനർജി ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, മനസ്സിലായോ? സോ അത് മാത്രമല്ല, ഒരുപാട് എനർജി എന്താവുന്നുണ്ട് ഹീറ്റ് ആയിട്ട് റിലീസ് ആവുകയുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ പ്രൊഡക്ടിവിറ്റി. സോ ഫംഗ്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷൻ ആണ്, ഒരു എക്കോസിസ്റ്റമിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് പ്രൊഡക്ടിവിറ്റി. എന്തായിരിക്കും പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, a constant input of solar energy is the basic requirement for any ecosystem to function and sustain. അല്ലെ? സോ സോലാർ എനർജി എന്ന് പറയുന്ന ഒരു എനർജി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത്, പ്ലാന്റ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുള്ളത്. ആ ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഗ്ലൂക്കോസ് ആണ് മെയിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ കൺസ്യൂമറും ജീവിക്കുന്നുള്ളത്. അല്ലെ? സോ ഒരു എക്കോസിസ്റ്റം നോർമലായിട്ട് ഒരു ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രൈമറിയിൽ ഉണ്ടാവേണ്ട ആൾക്കാർ ആരാണ്? ഓട്ടോട്രോഫ്സ് ആണ്. ഓട്ടോട്രോഫ്സ് ഹെൽത്തി ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ എക്കോസിസ്റ്റമിലുള്ള ബാക്കിയുള്ള എല്ലാ ലിവിങ് തിങ്സും അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സും എല്ലാം പ്രോപ്പർ ആയിട്ടുണ്ടാവും. പ്രൈമറി പ്രൊഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി amount ഓഫ് ബയോമാസ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? The amount of biomass or organic matter produced per unit area over a period of time by plants during photosynthesis. So photosynthesisലൂടെ എത്ര amount of organic matter ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഈ പർട്ടിക്കുലർ ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് ഒരു ബയോമാസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിനെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഏരിയയിൽ. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സോ ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുക? വെയിറ്റ് ആണെങ്കിൽ ഗ്രാംസ് പെർ, അതായത് വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാംസ് ആയിട്ട്, അതുപോലെ തന്നെ എനർജി ആണെങ്കിൽ കിലോ കാലറി പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നുള്ളത്, എക്സ്പ്രസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം? ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ. ഓക്കെ, ഈ ഇത്ര സമയത്തിനുള്ളിൽ എത്ര amount ഓഫ് ബയോമാസിനെയാണ് ഈ ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. സോ ഇതിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാംസ്, അതായത് ഡാഷ് പെർ ഗ്രാം പെർ ഇയർ. ഓക്കെ, ഡാഷ് പെർ ഗ്രാം, അതായത് എത്ര amount പെർ ഗ്രാംസ് പെർ ഇയർ. ഓക്കെ, സോ അതുപോലെ തന്നെ കിലോ കാലറി പെർ മീറ്റർ പെർ ഇയർ. ഓക്കെ, സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. ഓക്കെ, ടു കമ്പയർ ദി പ്രൊഡക്ടിവിറ്റി ഓഫ് ഡിഫറെന്റ് എക്കോസിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രൊഡക്ടിവിറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രൊഡക്ടിവിറ്റിനെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു എക്കോസിസ്റ്റമിൽ എത്ര പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്, ഈ ഒരു എക്കോസിസ്റ്റമിൽ എത്ര പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്, സോ ഇത് രണ്ടിലും ഏതാണ് കുറച്ചുകൂടെ ബെറ്റർ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്ടിവിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇതിൽ നമ്മൾ രണ്ട് ടൈപ്പിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്ന് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഇനിയൊന്ന് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്താണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് നോക്കാം. സോ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ecosystem is the rate of production of organic matter during the photosynthesis. ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്, ബയോമാസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എത്ര ബയോമാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, സോ എ കൺസിഡറബിൾ amount of GPP, അതായത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ പ്ലാന്റ് ഇൻ റെസ്പിറേഷൻ. സോ റെസ്പിറേഷൻ ചെയ്യുമ്പോൾ ATP നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ബയോമാസിൽ നിന്നും ഫോട്ടോസിന്തസിസ് ചെയ്ത് ബയോമാസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ കുറച്ച് അമൗണ്ടിനെ എടുത്തിട്ട് അത് ATP നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു എനർജി വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഓവറോൾ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ആ ഒരു പ്ലാന്റിന്റെ ഡെവലപ്മെന്റ്, ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം ജീവിക്കുന്നത് തന്നെ ആ ഒരു എനർജി വെച്ചിട്ടാണ്. അങ്ങനെ റെസ്പിറേഷൻ ചെയ്യുമ്പോൾ കുറച്ച് amount ഓഫ് ബയോമാസ് എന്തായി പോയിട്ടുണ്ട്,
അവിടെ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, സോ ബാക്കിയുള്ള എത്ര ബയോമാസ് ഉണ്ടോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും കുറച്ച് എമൗണ്ട് റെസ്പിറേഷനിലൂടെ റിമൂവ് ആയി പോയിട്ടുണ്ട്. ബാക്കിയുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. Okay, so net primary productivity is the available biomass for the consumption of heterotrophs. അതായത് അടുത്ത ഒരു ട്രോഫിക് ലെവൽ ഉണ്ടാവല്ലോ, ആദ്യത്തെ ട്രോഫിക് ലെവൽ എന്താണ് ദാറ്റ് ഈസ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അല്ലെ. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോട്രോഫ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആരുണ്ട്? കൺസ്യൂമേഴ്സ് ഉണ്ട്. കൺസ്യൂമേഴ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസ്യൂമർ ആയിട്ട് ആദ്യം ഉണ്ടാവുക അല്ലെ. സോ ആ കൺസ്യൂമറിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു ബയോമാസ് ഏതായിരിക്കും? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എൻ്റർ ആവില്ല. ഓക്കെ, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മാത്രമേ എന്തിൽ കിട്ടുള്ളൂ? കൺസ്യൂമറിന് കിട്ടുള്ളൂ. ഓക്കെ, സോ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസ്യൂമർ ആ ഒരു പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഒരു ഗ്രാസസിനൊക്കെ തിന്നിട്ട് ഈ ഒരു ബോഡിയിൽ, അതായത് കൺസ്യൂമറുടെ ബോഡിയിൽ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? കുറച്ച് ബയോമാസിനെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് secondary productivity. Okay, secondary productivity is defined as the rate of formation of new organic matter by the consumers. Okay, so primary productivity ne consume ചെയ്തുകൊണ്ട് secondary productivity ne produce ചെയ്യുന്ന, അതായത് ബയോമാസിനെ പ്രൊഡ്യൂസ് ചെയ്യലാണ്. Okay, so അടുത്തത് primary productivity depends on the plant species inhabiting a particular area. It also depends on the variety of environmental factors. Okay, so ഒരുപാട് environmental factors ഇൻവോൾവ് ആണ് ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സി, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വളരാൻ പറ്റും, നന്നായിട്ട് ബയോമാസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്. സോ എത്ര എമൗണ്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും ഒരു പ്ലാന്റിന്, എത്ര ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ഇതൊക്കെ ഡിപ്പെൻഡ് ആണ്. ഓക്കെ, therefore it varies in different types of ecosystem. അതുകൊണ്ട് തന്നെ ഏത് പ്ലാന്റ് സ്പീഷീസ് ആണ്, ന്യൂട്രിയന്റ് എത്രയുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ആ പ്ലാന്റ്സിന്, എത്ര എമൗണ്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ് ഇത് ചെയ്യുന്നത്, അതിന് എഫിഷ്യന്റ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ആ പ്ലാന്റിലുണ്ടോ, ഇതിന്റെ ഒക്കെ ബേസിസിൽ, അതുപോലെ തന്നെ എൻവയറമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ, വാട്ടർ, ഓക്സിജൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിന് സഫീഷ്യന്റ് ആയിട്ട് കിട്ടണം. സോ ഇതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ, ആ ഒരു എക്കോസിസ്റ്റം പ്രോപ്പർ ആയിട്ട് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ചെയ്യുന്നുള്ളൂ. അതിന്റെ ബേസിസിൽ ഇതെല്ലാം ന്യൂട്രിയൻസും കാര്യങ്ങളും എല്ലാം കിട്ടണമല്ലോ, അതിന്റെ ബേസിസിൽ നമ്മുടെ എക്കോസിസ്റ്റം ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദി ആനുവൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഓഫ് the whole biosphere is approximately 170 billion tons. അതായത് നമ്മുടെ ഹോൾ ബയോസ്ഫിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 170 ബില്യൺ ടൺസ് ആണ്. ഓക്കെ, അത്രയും പ്രൈമറി പ്രൊഡക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. അതില് ഓൺലി 55 ബില്യൺ ടൺസ് മാത്രമാണ് നമ്മുടെ അക്വാട്ടിക് എക്കോസിസ്റ്റം കൊടുക്കുന്നത്. ഈവൻ ദോ 70%, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 70% ആണ് ഒരു നമ്മുടെ നമ്മുടെ ഗ്ലോബ് എടുക്കുകയാണെങ്കിൽ അതിന്റെ 70% വാട്ടർ ആണ് അല്ലെ. റിമൈനിങ് 30% മാത്രമേ ഭൂമിയുള്ളൂ. സോ ഇത്രയും 30% ഭൂമി വെച്ചിട്ട് നമ്മുടെ എർത്ത് 115, അതായത് 115 ബില്യൺ ടൺസ് അല്ലെ, 115 ബില്യൺ ടൺസ് എന്ത് ചെയ്യുന്നുണ്ട്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ 70% വാട്ടർ ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്നത് ഓൺലി 55 ബില്യൺ ടൺസ് മാത്രമാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? യെസ്, ഡിസ്കസ് ദി മെയിൻ റീസൺ ഫോർ ദി ലോ പ്രൊഡക്ടിവിറ്റി ഇൻ ഓഷൻ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രാറ്റിഫിക്കേഷൻ ലാൻഡ് എക്കോസിസ്റ്റമിൽ വളരെ കൂടുതലാണ്. നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അക്വാട്ടിക് എക്കോസിസ്റ്റമിലോ, അക്വാട്ടിക് ഡീപ്പ് സീയിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ക്ലിയർ ആയിട്ട് ഇല്ല അല്ലെ. സോ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലാൻഡ് എക്കോസിസ്റ്റമില് ഡീകോമ്പോസിഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ, ക്ലിയർ ആയിട്ട് ഡീകോമ്പോസിഷൻ നടക്കുന്നുണ്ട്, ന്യൂട്രിയൻ സൈക്കിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അക്വാട്ടിക് എക്കോസിസ്റ്റമില് ഡീപ്പ് സീയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെളിച്ചം പെനട്രേറ്റ് ആവുന്നില്ല.
വെളിച്ചം തന്നെ പെനട്രേറ്റ് ആവുന്നില്ല. ഡീപ് സീയിലേക്ക് പോയിരിക്കുന്ന ഒരു ന്യൂട്രിയന്റ് പിന്നെയും തിരിച്ച് എന്തിൽ വരുന്നില്ല, ആ ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റമിലേക്ക് വരുന്നില്ല. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, അതായത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഓഷനിൽ കുറവായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലാൻഡിൽ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ദാറ്റ് ഈസ് ഡീകമ്പോസിഷൻ. ഓക്കെ, ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എർത്ത് വേം എന്ന് പറയുന്ന ഒരു ഓർഗാനിസം നമ്മൾ ഫാർമേഴ്സ് ഫ്രണ്ട് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫാർമേഴ്സ് ഫ്രണ്ട് എന്ന് വിളിക്കുക? This is so because they help in breakdown of complex organic matter as well as in soil, loosening the soil. അല്ലെ? സോ നമ്മുടെ മണ്ണിന്, നമ്മുടെ ടോപ്പ് മോസ്റ്റ് ലെയറിലുള്ള മണ്ണിനെ കുറച്ച് ലൂസൺ ആയിട്ട് പ്ലാന്റ് ഈസി ആയിട്ട് അതിന്റെ വേരിന് നില ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, അതിന്റെ വേരിങ്ങനെ ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എർത്ത് വേം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓർഗാനിക് മാറ്ററിനൊക്കെ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു എർത്ത് വേം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫാർമേഴ്സ് ഫ്രണ്ട്. സോ എർത്ത് വേം എവിടെയാണ് കൂടുതൽ ഉണ്ടാവുക, അവിടെ നമുക്ക് കൂടുതൽ ഈൽഡിനൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഫാർമേഴ്സ് ഫ്രണ്ട് എന്ന് വിളിക്കും. സിമിലർലി ഡീകമ്പോസേഴ്സ് ബ്രേക്ക് ഡൗൺ കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ഇൻ ടു ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്. ഓക്കെ, അതായത് ഡീകമ്പോസേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആണ്, അല്ലെ? ആ മൈക്രോ ഓർഗാനിസംസ് എന്താണ് ചെയ്യുന്നത്? കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ന്യൂട്രിയൻസ്, അങ്ങനെയൊക്കെ ആയിട്ട് സിമ്പിൾ എലിമെന്റ്സ് ഒക്കെ ആയിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? പിരിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡീകമ്പോസിഷൻ. ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസംസ്, a group of organisms, ആ ഓർഗാനിസം കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ, ഓക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ. അതായത് കോംപ്ലക്സ് ഓർഗാനിക് മാറ്ററിനെ സിമ്പിൾ ഓർഗാനിക് മാറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെസ്പിറേഷൻ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഡിഫറെന്റ്. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? കോംപ്ലക്സ് ഓർഗാനിക് മാറ്ററിനെ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡീകമ്പോസിഷൻ. ഓക്കെ, സോ ഡെഡ് പ്ലാന്റ്സ് റിമൈൻസ് സച്ച് ആസ് ലീവ്സ്, ബാർക്ക്, ഫ്ലവേഴ്സ്, dead remains of animals including fecal matter. ഓക്കെ, ഇതെല്ലാത്തിനും നമ്മൾ എന്തെന്ന് വിളിക്കും? ഡെട്രീറ്റസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഡെട്രീറ്റസ് എന്ന് വിളിക്കും. അതായത് കൊഴിഞ്ഞിരിക്കുന്ന ഇലകള്, അതുപോലെ തന്നെ അതിന്റെ ഔട്ടർ മോസ്റ്റ് ബാർക്ക്, അതുപോലെ തന്നെ ഒടിഞ്ഞിരിക്കുന്ന കൊമ്പുകള്, അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ എന്താണ്? ഡെട്രീറ്റസ് ആണ്. അനിമലിനെ നോക്കുകയാണെങ്കിൽ ചത്ത് കിടക്കുന്ന ഏത് അനിമലും ഡെട്രീറ്റസ് ആണ്. അതുപോലെ തന്നെ ഫീക്കൽ മാറ്ററും. ഓക്കെ, സോ ഫീക്കൽ മാറ്ററും എന്താണ്? ഡെട്രീറ്റസ് ആണ്. വിച്ച് ഈസ് ദ റോ മെറ്റീരിയൽ ഫോർ ഡീകമ്പോസിഷൻ. ഇതാണ് ഡീകമ്പോസിഷൻ ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ. ഓക്കെ, സോ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്, ഡീകമ്പോസിഷനിലുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കെറ്റബോളിസം, ഹ്യൂമിനിഫിക്കേഷൻ, അതുപോലെ തന്നെ മിനറലൈസേഷൻ. ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കെറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ. സോ ഇങ്ങനെ 5 സ്റ്റെപ്സ് ആണ് നമുക്കിവിടെ ഡീകമ്പോസിഷനിൽ കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡെട്രിവോറസ്. ഓക്കെ, ഡെട്രിറ്റീവ് വോർസ്. ഓക്കെ, ഡെട്രിറ്റീവ് വോർസ് എന്ന് പറയുന്ന ഓർഗാനിസം അതെന്താണ്? എർത്ത് വർം, കോക്രോച്ച്, ഇതൊക്കെ എന്താണ്? ഡെട്രിറ്റീവ് വോർസ് ആണ്. സോ ഈ ഡെട്രിറ്റീവ് വോർസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെട്രീറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോംപ്ലക്സ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സ്, അല്ലെ? ആ ഓർഗാനിക് മാറ്റേഴ്സിനെ സിമ്പിൾ പാർട്ടിക്കിൾ ആയിട്ട് കടിച്ചു മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട്. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. അതായത് വലിയ ഒരു ഓർഗാനിക് മാറ്ററിനെ എന്താക്കുന്നുണ്ട്? കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കും. ആ ഫ്രാഗ്മെന്റേഷൻ ചെയ്യുന്ന ആൾക്കാർ ആരാണ്? എർത്ത് വർമും കോക്രോച്ച് ഒക്കെയാണ്. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡെട്രിറ്റീവ് വോർസ് എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ്,
ബൈ ദ പ്രോസസ് ഓഫ് ലീച്ചിങ്. അടുത്തത് ഫ്രാഗ്മെന്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയൊരു സാധനം ഇങ്ങനെ നമ്മൾ കൊത്തി പൊളിക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ കൊത്തി പൊളിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ വീഴില്ലേ. സോ ആ പൊടികളാണ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ്. ഓക്കെ, സോ ഇവിടെ വലിയ ഒരു ഓർഗാനിക് മാറ്റർ ഉണ്ട്. ആ ഓർഗാനിക് മാറ്ററിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് കുറച്ചൊക്കെ റിലീസ് ആകും. ആ റിലീസ് ആയിരിക്കുന്ന ആ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്, ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് എന്താവുന്നുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് സോയിൽ ഭയങ്കര താഴ്ചയിലേക്ക്, സോയിലിന്റെ ഡീപ്പ് സോയിലിലേക്ക് അത് എൻ്റർ ആയി പോവുകയാണ്. അത് എന്തായി മാറുന്നുണ്ട്, പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് അൺഅവൈലബിൾ സാൾട്ട് ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. അത് തിരിച്ചു പുറത്തേക്ക് വരുന്നില്ല. ഓക്കെ, തിരിച്ചു വരാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ഇതിനിങ്ങനെ വലിയ വലിയ ഓർഗാനിക് മാറ്റർ ഒക്കെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മാറുമ്പോൾ കുറച്ച് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ഡീപ്പ് ഇൻസൈഡ് അങ്ങ് പോയി കളയാണ്. അത് തിരിച്ചു വരുന്നില്ല. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലീച്ചിങ്. ഓക്കെ, സോ അടുത്തത് എന്താ സംഭവിക്കുക, നമ്മുടെ ബാക്ടീരിയൽ, ഫംഗൈ, എൻസൈം ഒക്കെ ഉണ്ടാവില്ല. അതായത് ബാക്ടീരിയ, ഫംഗൈ ഇവരെല്ലാവരും എൻസൈമിനെ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. ഓക്കെ, സോ ഈ ഓർഗാനിക് മാറ്റർ, കുഞ്ഞു കുഞ്ഞു ഓർഗാനിക് മാറ്ററിന്റെ മുകളിലേക്ക്, ഓക്കെ, സോ ഇവിടത്തേക്ക് നമ്മുടെ മൈക്രോ ഓർഗാനിസം വരികയാണ്. മൈക്രോ ഓർഗാനിസം വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഡൈജസ്റ്റീവ് എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സെക്രീറ്റ് ചെയ്തിട്ട് എന്താക്കുന്നുണ്ട്, സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് ഇതിനെ സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നുണ്ട്. അതിന് നമ്മൾ കെറ്റബോളിസം എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും, കെറ്റബോളിസം എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ മൂന്ന് സ്റ്റെപ്പും സൈമൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, സൈമൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ബാക്കി രണ്ട് സ്റ്റെപ്പ്, അതായത് ഹ്യൂമിഫിക്കേഷനും അതുപോലെ തന്നെ മിനറലൈസേഷൻ എന്ന് പറഞ്ഞ ഈ രണ്ട് സ്റ്റെപ്സ് മാത്രം നമുക്ക് 1 by 1 ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. സോ ഇത് ഇത്രയും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള രണ്ട് സ്റ്റെപ്പ് സ്ലോ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, അതിലെ ഹ്യൂമിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. സോ humidification to accumulate of dark colored amorphous substance. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ആ ഇൻഓർഗാനിക് സബ്സ്റ്റൻസിന്റെ മുകളിൽ ഒരു ഡാർക്ക് കളർ ആയിട്ടുള്ള അമർഫസ് സബ്സ്റ്റൻസ് വന്ന് കവർ ചെയ്യുകയാണ്. അതിന് നമ്മൾ ഹ്യൂമസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും, ഹ്യൂമസ് എന്ന് വിളിക്കും. സോ ഇത് പെട്ടെന്നൊന്നും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഹ്യൂമസിനെ പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് അങ്ങനെ സ്റ്റോർ ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, സോയിലിന്റെ മുകളിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് കിടക്കുകയാണ്. പക്ഷെ ലേറ്റർ സ്ലോ ആയിട്ട് ചില മൈക്രോബ്സ് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. സോ അങ്ങനെ ഡീഗ്രേഡ് ചെറുതായിട്ട് സ്ലോ ആയിട്ട് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, സോയിലിന്റെ സർഫേസിന്റെ മുകളിൽ തന്നെ ഈ ന്യൂട്രിയൻസ് കിടക്കുകയാണ്. സോ അങ്ങനെ സോയിലിന്റെ ന്യൂട്രിയന്റ് ലെവലിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ മൈക്രോ ഓർഗാനിസം ചെയ്യുന്നില്ലേ, സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്നില്ലേ ഇൻഓർഗാനിക് സബ്സ്റ്റൻസിനെ ഫ്രം ഹ്യൂമസ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മിനറലൈസേഷൻ. ക്ലിയർ ആയോ? യെസ്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. Decomposition is largely an oxygen requiring process. ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഓക്സിജൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. The rate of decomposition is controlled by chemical composition of detritus. ആ ഒരു മെറ്റീരിയൽ, ഇപ്പോൾ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസം ഏതാണ്, ഓക്കെ, സോ അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്തൊക്കെയാണ്, അതിന്റെ ബേസിസിലായിരിക്കും ഈ ഒരു ഡീകോമ്പോസിഷന് എന്താവുക, ഡീകോമ്പോസിഷന്റെ ഒരു ടൈം പീരിയഡ് ഡിസൈഡ് ആക്കുക. ഓക്കെ, സോ അടുത്തത് ഇൻ പർട്ടിക്കുലർ അതുപോലെ തന്നെ ക്ലൈമാറ്റിക് ഫാക്ടറും ഇൻവോൾവ്ഡ് ആണ്. So in particular climatic condition, decomposition rate is slower if detritus is rich in lignin and chitin. ഓക്കെ, ലിഗ്നിൻ കൈറ്റിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഡീകോമ്പോസിഷൻ സ്ലോ ആയി പോകും. ഇഫ് ദ ഡെട്രീറ്റസ് ഇസ് റിച്ച് ഇൻ നൈട്രോജൻ ആൻഡ് വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസസ് ലൈക്ക് ഷുഗർ, അപ്പോഴും എന്താവും ക്വിക്കർ ആയിട്ട് സംഭവിക്കും. ഓക്കെ, സോ ടെമ്പറേച്ചർ ആൻഡ് സോയിൽ മോയ്സ്ചർ ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലൈമാറ്റിക് ഫാക്ടർ. ഓക്കെ, എന്തൊക്കെയാണ് ക്ലൈമാറ്റിക് ഫാക്ടർ വേണ്ടത്, ടെമ്പറേച്ചർ, സോയിൽ മോയ്സ്ചറും. ഓക്കെ, ഇത് രണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് ഫാക്ടർ. അത് ഡീകോമ്പോസിഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടെമ്പറേച്ചർ ഓപ്റ്റിമം ഉണ്ടെങ്കിലും ടെമ്പറേച്ചർ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അവിടെ ഡീകോമ്പോസിഷൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിലും അവിടെ എന്തുണ്ടാവും, കൂടുതൽ ഈസി ആയിട്ട് ഡീകോമ്പോസിഷൻ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വാം ആൻഡ് മോയ്സ്റ്റ് എൻവയറൺമെന്റ് എന്ത് ചെയ്യും, ഡീകോമ്പോസിഷനെ ഫേവർ ചെയ്യും. വേറാസ് ലോ ടെമ്പറേച്ചർ ആൻഡ്
അനറോബിക് ബയോസിസ്. ഓക്കെ, എനറോബിയോസിസ്, ഈ രണ്ട് പ്രോസസ്സും ആണ്. അതായത് ഓക്സിജൻ ഇല്ലാത്ത ഒരു ഏരിയയും ഓക്സിജൻ, നോ ഓക്സിജൻ. ഓക്കെ, സോ നോ ഓക്സിജനും അതുപോലെ തന്നെ കുറച്ച് ടെമ്പറേച്ചർ കുറവുമാണെങ്കിൽ അവിടെ നമുക്ക് ഡീകമ്പോസിഷൻ വളരെ സ്ലോ ആയിട്ടാണ് കാണാൻ പറ്റുക. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഡീകമ്പോസിഷൻ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? എനർജി ഫ്ലോനെ പറ്റിയിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് എനർജി ഫ്ലോ. എക്സെപ്റ്റ് ഫോർ ദി ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റം. സോ ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റമിനെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ സൺ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി ഫോർ ആൾ എക്കോസിസ്റ്റം ഓൺ എർത്ത്. ഓക്കെ, സോ ഹൈഡ്രോതെർമൽ ഡീപ് സീനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ എക്കോസിസ്റ്റമിലും ഓൺലി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ സൺലൈറ്റ് തന്നെയാണ്. Of the incident solar radiation, less than 50% of it is photosynthetically active radiation. അതായത് ഈ സണ്ണ് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേഡിയേഷനിൽ 50% എന്താണ്? PAR, അതായത് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആണ്. Okay, so we know that plant and photosynthetic bacteria fix sun radiant energy to make food from simple inorganic materials. നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ ഒരു പാറിൽ നിന്നും അല്ലെങ്കിൽ സൺലൈറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സിന്തസിസ് അല്ലെ, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എനർജീനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് അല്ലെ, സോ എനർജീനെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, പ്ലാന്റ് ക്യാപ്ചർ ഓൺലി 2 to 10% ഓഫ് ദി പാർ. അതായത് 50% എന്തുണ്ട്? പാറുണ്ട്. അതായത് സണ്ണ് റേഡിയേറ്റ് ചെയ്യുന്ന എനർജിയിൽ 50% ആണ് പാറുള്ളത്. അതിന്ന് ഓൺലി 2 to 10% മാത്രമേ പ്ലാന്റ് ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്യാപ്ചർ ചെയ്തിട്ട് ഫോട്ടോസിന്തസിസിനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, യെസ്, ആ ഒരു 2 to 10% ആണ് ടോട്ടൽ ബാക്കിയുള്ള എല്ലാ ലിവിങ് ഓർഗാനിസമും ജീവിക്കാനുള്ള എനർജീനെ സിന്തസിസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു know how the solar energy captured by plant flows through the different organism of an ecosystem. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ്സ് സോളാർ എനർജിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഫോട്ടോസിന്തസിസ് ആൻഡ് ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോസിന്തസിസിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് എന്താവുന്നുണ്ട്? ഒരു ട്രോഫിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോഫിക് ലെവലിലേക്ക്, അതായത് ഗ്രാസിൽ നിന്നും ഗ്രാസ് ഹോപ്പറിൽ നിന്നും ഫ്രോഗിലേക്ക്, ഇങ്ങനെ ഒരു ട്രോഫിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോഫിക് ലെവലിലേക്ക് എന്താവുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ആൾ ഓർഗാനിസം ആർ ഡിപ്പെൻഡ് ഓവർ അതർ ഡിപ്പെൻഡ് ഫോർ ദെയർ ഫുഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ്. എല്ലാ ഓർഗാനിസമും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ നോക്കിക്കേ, എന്താണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ് അതായത് ലീവ്സിനെ തിന്നുന്നില്ല അല്ലെ, പക്ഷേ വേറെ പ്രോഡക്റ്റ് അതായത് റൈസ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഓംനിവോർസ് ആണ് അല്ലെ. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ടും പ്ലാന്റിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടും. അതായത് ഒരു ആട് ലീവ്സിനെയാണ് തിന്നുള്ളത്, ആ ആടിനെ നമ്മൾ തിന്നുന്നുണ്ട് അല്ലെ. സോ നമ്മൾ ഓംനിവോർസ് ആണ്, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മൾ ഈ പ്ലാന്റിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ഓർഗാനിസം വെറും ഡയറക്റ്റ് ആയിട്ട് മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് മാത്രം കൺസ്യൂം ചെയ്യുന്നതാണ്. പിന്നെ ചിലതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ പുലി ആവട്ടെ അല്ലെങ്കിൽ ലയൺ ആവട്ടെ, ഇതൊക്കെ എന്താണ് മാനിന് അങ്ങനെ ഇല്ലെങ്കിൽ ആടിന് ഇങ്ങനെയൊക്കെയുള്ള ഓർഗാനിസമിനെയാണ് കഴിക്കുക. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് പ്ലാന്റിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. സോ യു ഫൈൻഡ് യൂണിഡയറക്ഷണൽ ഫ്ലോ ഓഫ് എനർജി ഫ്രം ദി സൺ ടു പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ടു കൺസ്യൂമേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി എന്ന് പറയുന്ന ഒരു കാര്യം യൂണി ഡയറക്ഷനിലായിട്ട് ഫ്ലോ ആവുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് സൈഡിലും മൂവ് ആവുന്നുണ്ടോ? ഇല്ല. യൂണി ഡയറക്ഷനിലായിട്ട് ഒരു സൈഡിലേക്ക് മാത്രം മൂവ് ആവുന്ന ആൾക്കാരാണ് എന്ത്? എനർജി. ഓക്കെ, സോ
Further, ecosystem are not exempt for second law of thermodynamics. Okay, so they need a constant supply of energy to synthesis the molecule they require. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ, സണ്ണ് റേഡിയേഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ എന്താവുന്നുള്ളൂ, പ്ലാന്റ് എന്ത് ചെയ്യുന്നുള്ളൂ, ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ ടു കൺകറന്റ് ദി യൂണിവേഴ്സൽ ടെൻഡൻസി ടുവേർഡ്സ് ഇൻക്രീസിങ് ഡിസോർഡർലിനെസ്. ഓക്കെ, സോ ദ ഗ്രീൻ പ്ലാന്റ് ഇൻ ദി എക്കോസിസ്റ്റം ആർ കോൾഡ് പ്രൊഡ്യൂസർ. ഗ്രീൻ ആയിട്ട് കാണുന്ന എല്ലാ പ്ലാന്റ്സും എന്താണ് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇൻ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം മേജർ പ്രൊഡ്യൂസേഴ്സ് ആർ ഹെർബേഷ്യസ് വുഡി പ്ലാന്റ് അല്ലെ. സോ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, വലിയ വലിയ ഫോറസ്റ്റിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വലിയ പ്ലാന്റ്സ്, വുഡി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ലൈക്ക് വൈസ് പ്രൊഡ്യൂസർ ഇൻ ദീസ് അക്വാറ്റിക് എക്കോസിസ്റ്റം ഈസ് ഫൈറ്റോപ്ലാങ്ക്ടോൺസ്, ആൽഗെ ആൻഡ് ഹയർ പ്ലാന്റ്സ് അല്ലെ. ഒരു അക്വാറ്റിക് എക്കോസിസ്റ്റമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈറ്റോപ്ലാങ്ക്ടോൺസ് ആയിരിക്കും, അതായത് ഒരു വാട്ടർ സർഫേസിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസം, ക്ലോറോപ്ലാസ്റ്റ് ഉള്ള മൈക്രോ ഓർഗാനിസം ആയിരിക്കാം, അല്ലെങ്കിൽ സബ്മർജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിരിക്കുന്ന ഒരു പ്ലാന്റ്സ് ആയിരിക്കാം, ഇതൊക്കെ ആയിരിക്കും. യെസ്, യു ഹാവ് റെഡ് അബൌട്ട് ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ നേച്ചർ. അതായത് ഫുഡ് ചെയിനും ഫുഡ് വെബിനെ പറ്റി നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫുഡ് ചെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സോ നമ്മൾ അത് ആൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ആദ്യം പ്രൊഡ്യൂസേഴ്സ് ആണ്. അതായത് ഒരു ഗ്രാസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഗ്രാസ് ഹോപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫ്രോഗ് ഉണ്ട്, ഫ്രോഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്നേക്ക് ഉണ്ട്. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഫുഡ് ചെയിൻ എന്ന് വിളിക്കും. സോ ഈ ഗ്രാസ് ഹോപ്പർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്, ഇത് ഫ്രോഗ് ഗ്രാസ് ഹോപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, ഇതിനെ നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയും. ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ എന്താണ്, സോ ഈ സ്നേക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്രാസ് ഹോപ്പറിനെ വേണമെങ്കിലും കഴിക്കാം എങ്കിൽ, ഓക്കെ, സോ ഇന്റർ കണക്ഷൻ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, ഫുഡ് വെബ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. Starting from the plant, food chain or other webs are formed such that an animal feed on a plant or another animal and in turns food or another. ഓക്കെ, സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഫുഡ് കഴിക്കാൻ പറ്റും. So the chain or web is formed because of this interdependency. No energy is trapped into an organism, remain it forever. Yes. So അതായത് ഈ ഗ്രാസ് ഹോപ്പർ ഈ ഗ്രാസിനെ കഴിച്ചിട്ട് എനർജിനെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ എനർജി അങ്ങനെ തന്നെ എല്ലാ കാലവും ഉണ്ടാവോ? ഇല്ല അല്ലെ. സോ ഗ്രാസ് ഹോപ്പറിനെ തിന്നുന്ന ഫ്രോഗിലേക്ക് ഇത് എത്തിപ്പെടും, അല്ലെങ്കിൽ അത് അതിന്റെ ലൈഫ് സ്പാൻ കഴിയുമ്പോൾ അത് ഡെഡ് ആകും, ഗ്രാസ് ഹോപ്പർ ചത്തുപോകും. ചത്തു കഴിഞ്ഞതിന് ശേഷം അതെന്താവും, ആ ഒരു എനർജി വേറെ, അതായത് ഡീകമ്പോസറിലേക്ക് പോകും. ഓക്കെ, സോ ഇതുപോലെ ഒരു ഫോം ഓഫ് എനർജിയിൽ നിന്നും ഇന്നൊരു ഫോമിലേക്ക് ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, സോ ദ എനർജി ട്രാപ്ഡ് ബൈ പ്രൊഡ്യൂസർ ഹെൻസ് is either passed on the consumer or organism dies. Death of an organism is the beginning of detritus food chain or web. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ഫ്രം ദി എന്ത്, ദാറ്റ് ഈസ് ഗ്രാസ്. ഓക്കെ, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതിനെ നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയും. സോ അല്ലെങ്കിൽ ഡെത്ത് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസമിന്റെ മുകളിൽ നിന്നും തുടങ്ങുന്ന ഒരു ഫുഡ് ചെയിനിനെ നമ്മൾ ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയും. ഓക്കെ, സോ ആൾ ആനിമൽ ഡിപ്പെൻഡ് ഓൺ plants directly or indirectly for food needs. So they are hence called consumer. സോ ആരൊക്കെയാണോ പ്ലാന്റിനെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിസം, അവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ്. ഓക്കെ, സോ ഇഫ് they feed on producers, the plant are called primary consumer. ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റിനെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് വിളിക്കും, പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. ഇഫ് ദ അനിമൽസ് ഈറ്റ് ഓൺ അതർ അനിമൽ, വേറൊരു അനിമലിനെയാണ് അത് കഴിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, ലൈക്ക് വൈസ് യു കുഡ് ഹാവ് ടെർഷറി കൺസ്യൂമർ ടു. അതുപോലെ തന്നെ ടെർഷറി കൺസ്യൂമറെയും നമുക്ക് കാണാൻ പറ്റും. ഓബ്വിയസ്ലി
The primary consumer will be herbivores. Primary consumer always herbivore ആയിരിക്കും. And herbivore കഴിക്കുന്ന ഓർഗാനിസമിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. സോ പ്രൈമറി കൺസ്യൂമേഴ്സ് ആൾവേസ് ആരായിരിക്കും? ഇൻസെക്ട്സ്, ബേർഡ്സ്, മാമൽസ്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമിൽ നമുക്ക് കാണാൻ പറ്റും. അക്വാട്ടിക് എക്കോസിസ്റ്റമിലാണെങ്കിൽ മൊളസ്ക ആയിരിക്കും. ഓക്കെ, സോ ദ കൺസ്യൂമർ that feed on herbivores or carnivores. ഓക്കെ, ഹെർബിവോറിനെ കഴിക്കുന്ന ഓർഗാനിസമിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കാർണിവോർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പ്രൈമറി കാർണിവോർസ് എന്ന് വിളിക്കും. ഓക്കെ, സോ പ്രൈമറി കാർണിവോർസിനെ കഴിച്ച് ജീവിക്കുന്ന ഓർഗാനിസമിനെ നമ്മൾ സെക്കൻഡറി കാർണിവോർസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? സെക്കൻഡറി കാർണിവോർസ് എന്ന് വിളിക്കും. സോ ഇതെല്ലാം ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സി, ഗ്രാസ് പ്രൊഡ്യൂസർ ആണ്, ഗോട്ട് പ്രൈമറി കൺസ്യൂമർ ആണ്, മാൻ സെക്കൻഡറി കൺസ്യൂമർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ നോക്കാം. ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ ബിഗിൻ വിത്ത് ഡെഡ് ഓർഗാനിക് മാറ്റർ. ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നും ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നും തുടങ്ങുന്നതാണ് ഡെട്രീറ്റസ്. സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എർത്ത് വർം ആയിരിക്കും അല്ലെ. എർത്ത് വർമിൽ നിന്നും നെക്സ്റ്റ് മൈക്രോ ഓർഗാനിസം അല്ലെ. സോ മൈക്രോ ഓർഗാനിസമിൽ നിന്നും നെക്സ്റ്റ് അതിനേക്കാളും കുറച്ച് ഈ അർത്ത് വേമിന് നമുക്ക് വേറെ ഓർഗാനിസം കഴിക്കുമല്ലോ, അതായത് ഇപ്പോ ചിക്കൻ ഒക്കെ ആയിരിക്കും അല്ലെ. ചിക്കനെ കഴിക്കുന്ന മാനും. സോ ഇങ്ങനെ ഈ ഫുഡ് ചെയിന് കണ്ടിന്യൂ ആയിക്കൊണ്ട് പോകും. ഇതിന് നമ്മൾ ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ എന്ന് വിളിക്കും. ഓക്കെ, സോ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിന് മുകളിൽ ആണ് ഈ ഒരു ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ആകുക. ഇറ്റ് മേഡ് അപ്പ് ഓഫ് ഡീകമ്പോസേഴ്സ്. ആദ്യത്തെ ഏതാണ്? ഡീകമ്പോസേഴ്സ് ആണ്. And which are heterotrophic organisms, mainly fungi and bacteria. They meet their energy and nutrient requirement by degrading dead organic matter or detritus. So this is also known as saprophytes. ഇവരെ നമ്മൾ വേറൊരു പേരും കൂടെ ഇട്ട് വിളിക്കുന്നുണ്ട്, that is called saprophytes. അത് നമ്മൾ എന്തെന്ന് വിളിക്കും? saprophytes എന്ന് വിളിക്കും. Okay, decomposers secrete digestive enzyme that break down the dead and waste material into simple inorganic material which is subsequently absorbed by them. അതിനെ subsequently absorb ചെയ്യും ആര്? ഈ ഒരു decomposers. Okay, in aquatic ecosystem, grazing food chain is major conduit for energy flow. Okay, aquatic ecosystem le grazing food chain ആണ് energy flow ന് help ചെയ്യുന്നത്. And against this, the terrestrial ecosystem, a much larger fraction of energy flow through the detritus food chain. Aquatic ecosystem ലാണെങ്കിൽ അത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് എനർജി ഫ്ലോന് ഒരു എനർജി ഫ്ലോനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഒരു ഫോറസ്റ്റ് പോലെയുള്ള ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണെങ്കിൽ അവിടെ ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ ആണ് എനർജീനെ ഫ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആള്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അക്വാട്ടിക് എക്കോസിസ്റ്റമിൽ നിങ്ങൾ നോക്കിക്കേ, അക്വാട്ടിക് എക്കോസിസ്റ്റമിൽ എന്ത് സംഭവിക്കും? ഡെഡ് ആൻഡ് ഡീക്കേ ആവുന്ന ആ ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഒക്കെ ഡീപ്പ് ഇൻസൈഡ് സീയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റിട്ടേൺ വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ചിലപ്പോൾ അത് വരാതേ ഇരിക്കും അല്ലെ. പക്ഷേ ഒരു നമ്മുടെ ഇതെന്താണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം നോക്കിക്കേ, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമിൽ പിന്നെയും ഈ ന്യൂട്രിയൻസ് സൈക്ലിംഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഈ ഡെട്രീറ്റസ് ആയിരിക്കും കൂടുതൽ, അതായത് ഡെട്രീറ്റസ് ഫുഡ് ചെയിനിലായിരിക്കും കൂടുതൽ എനർജി ഫ്ലോ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് വളരെ കൂടുതലാണല്ലോ. അത് എല്ലാ പ്രൈമറി പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമറിലേക്ക് എത്തിപ്പെടണമെന്നില്ല. അതെന്താവും? ഡെഡ് ആൻഡ് ഡീക്കേ ആവും. അതും ഡെട്രീറ്റസ് ആയിട്ട് കൺവേർട്ട് ആവും. ഡെട്രീറ്റസ് ഫുഡ് ചെയിനിനെ കണ്ടിന്യൂ ചെയ്യും. Okay, so detritus food chain may be connected with grazing food chain at some level. ചില ലെവൽസിൽ നമുക്ക് ഇത് രണ്ടും കണക്ഷൻ കാണാം. ഡെട്രീറ്റസും ഗ്രേസിംഗ് ഫുഡ് ചെയിനിലേക്ക് കണക്ട് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. Some of the organism of detritus food chain are prey to the grazing food chain. ഓക്കെ, സോ ഡെട്രീറ്റസ് ഫുഡ് ചെയിനിൽ ഉണ്ടായിരുന്ന ഒരു പ്രേ ഇവിടെ പ്രിഡേറ്റർ ആവാം, അവിടെയുള്ള പ്രിഡേറ്റർ ഇവിടെ പ്രേ ആയിട്ടും കൺവേർട്ട് ആകാം. ഓക്കെ, ഇൻ നാച്ചുറൽ എക്കോസിസ്റ്റം സം അനിമൽസ് ലൈക്ക് കോക്രോച്ച്, ക്രൗ എക്സെട്ര ആർ ഓംനിവോർസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീങ്സ് അല്ലെ. സോ ദീസ് ന്യൂട്രൽ ഇന്ററാക്ഷൻ ഓഫ് ഫുഡ് ചെയിൻ മേക്ക് ഇറ്റ് ഫുഡ് വെബ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓംനിവോർസ് ഉള്ള കാരണമാണ് ഇത് ഫുഡ് വെബ് ആയിട്ട് കൺവേർട്ട് ആയിരിക്കുന്നത്. ഫുഡ് ചെയിൻ ഒരു ലീനിയർ ചെയിൻ അല്ലാതെ ഇന്റർ കണക്ഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓംനിവോർസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അടുത്തത് organism occupy a place in the natural surroundings or in a community according to their feeding relationship with other organism.
Okay, based on the source of their nutrition or food, organism occupy a specific place in the food chain that is known as trophic level. അതായത് ഒരു ഫുഡ് ചെയിനില് ആ ഓർഗാനിസം ഏത് ലെവലിലാണോ നിൽക്കുന്നുള്ളത്, ഓക്കെ, ആ ലെവലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോഫിക് ലെവൽ. അതൊരു ഫിസിക്കൽ ഒരു സബ്സ്റ്റൻസോ ഒരു കാര്യമോ അല്ല, ഒരു ഓർഗാനിസമോ അല്ല. ആ ഒരു ഫുഡ് ചെയിനിൽ ഏത് ലെവലിലാണോ ആ ഒരു ഓർഗാനിസം ബിലോങ് ചെയ്യുന്നത് അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രോഫിക് ലെവൽ എന്ന് വിളിക്കും. സോ പ്രൊഡ്യൂസേഴ്സ് ബിലോങ്ങിങ് ടു ഫസ്റ്റ് ട്രോഫിക് ലെവൽ. പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവലിലായിരിക്കും ഉണ്ടാവുക. ഹെർബിവോർസ് സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കാർണിവോർസ് അത് പിന്നെ ഉള്ളത്, അതായത് മൂന്നാമത്തെ നാലാമത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കാർണിവോർസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ട്രോഫിക് ലെവൽ, അതായത് പ്രൊഡ്യൂസർ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ആയിരിക്കും, പ്രൈമറി കൺസ്യൂമർ സെക്കൻഡ് ആയിരിക്കും, സെക്കൻഡറി കൺസ്യൂമർ അതായത് കാർണിവോർസ് സെക്കൻഡിലായിരിക്കും, അതുപോലെ തന്നെ ടെർഷ്യറി കൺസ്യൂമർ അതായത് ടോപ്പ് ലെവലിലുള്ള കാർണിവോർസ് നമുക്ക് ടെർഷ്യറി കൺസ്യൂമർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഫസ്റ്റ് ട്രോഫിക് ലെവൽ, ദിസ് ഇസ് സെക്കൻഡ് ട്രോഫിക് ലെവൽ, ദിസ് ഇസ് തേർഡ് ട്രോഫിക് ലെവൽ ആൻഡ് ദിസ് ഇസ് ഫോർത്ത് ട്രോഫിക് ലെവൽ. യെസ്, ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് to note is that the amount of energy decreases at successive trophic level. ഓരോ ട്രോഫിക് ലെവലിലും നമുക്ക് എനർജി ഡിക്രീസ് ആവുന്നത് കാണാൻ പറ്റും. when any organism die, it is converted into detritus or dead biomass that serves as an energy source for decomposers. ഏതെങ്കിലും ഓർഗാനിസം ചത്തുപോയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഓർഗാനിസമിൽ നിന്നും കിട്ടുന്ന എനർജിയാണ് ഡീകമ്പോസേഴ്സിലേക്ക് കിട്ടുക. ഓക്കെ, ഓർഗാനിസം ദാറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ ഡിപ്പെൻഡ്സ് ഓൺ ദോസ് ദാറ്റ് ലോവർ ട്രോഫിക് ലെവൽ ഓർ ദെയർ എനർജി ഡിമാൻഡ്സ്. ഓക്കെ, യെസ്, അടുത്തത് ഈച്ച് ട്രോഫിക് ലെവൽ ഹാസ് സർട്ടൻ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഓക്കെ, ഏത് എക്കോസിസ്റ്റമിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു ട്രോഫിക് ലെവലിൽ നോക്കുകയാണെങ്കിലും ഒരു പർട്ടിക്കുലർ ലിവിങ് മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റില്ല, ഒരു ബയോമാസിനെ നമുക്ക് കാണാൻ പറ്റില്ല. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. ദ സ്റ്റാൻഡിങ് ക്രോപ്പ് ഈസ് മെഷേർഡ് ആസ് എ മാസ് ഓഫ് ലിവിങ് ഓർഗാനിസം. ബയോമാസ്, എത്ര ബയോമാസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക, ആ ഒരു ട്രോഫിക് ലെവലിൽ കാണാൻ പറ്റുക, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വിളിക്കും. ദ നമ്പർ ഇൻ എ യൂണിറ്റ് ഏരിയ ഓർ ദ നമ്പർ ഇൻ എ യൂണിറ്റ് ഏരിയ. The biomass of the species is expressed in terms of fresh or dry weight. So ഇതിനെ എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്നത് ഫ്രഷ് വെയിറ്റോ അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റോ ആയിരിക്കും. മെഷർ ഓഫ് ബയോമാസ് ഇൻ ടേംസ് ഓഫ് ഡ്രൈ വെയിറ്റ് ഈസ് മോർ ആക്യുറേറ്റ്. സോ മോർ ആക്യുറേറ്റ് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, വാട്ടറൊക്കെ റിമൂവ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഡ്രൈ വെയിറ്റ്, ഫ്രഷ് വെയിറ്റ് ആണെങ്കിൽ വാട്ടർ കൂടുതലുള്ള സമയത്താണെങ്കിൽ കുറച്ച് കൂടുതൽ, കുറവുള്ള സമയത്താണെങ്കിൽ കുറച്ച് കുറവ്, അങ്ങനെയുള്ള വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഡ്രൈ വെയിറ്റിൽ നമുക്ക് വേരിയേഷൻ കാണാൻ പറ്റില്ല. ദ നമ്പർ ഓഫ് ട്രോഫിക് ലെവൽ ഇൻ ദി ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഈസ് റെസ്ട്രിക്റ്റഡ് ആസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫോളോസ് 10% law. സോ 10% law എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു ട്രോഫിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോഫിക് ലെവലിലേക്ക് എനർജി പാസ് ചെയ്യുമ്പോൾ ഓൺലി 10% മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. സോ ഈ ട്രോഫിക് ലെവലിൽ നിന്നും ഈ ട്രോപ്പിക് ലെവലിലേക്ക് വരുമ്പോൾ വെറും 100ൽ നിന്നും 10 മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ 1 മാത്രമേ വരുന്നുള്ളൂ, ഇവിടെ 0.1 മാത്രമേ വരുന്നുള്ളൂ. അതായത് ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോപ്പിക് ലെവലിലേക്ക് പോകുമ്പോൾ ഓൺലി 10% മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താവുന്നുണ്ട്, റെസ്പിറേഷനും അതുപോലെ തന്നെ ഹീറ്റ് ആയിട്ടൊക്കെ കൺവേർട്ട് ആവുന്നുണ്ട്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? 10% law എന്ന് വിളിക്കും. ഓക്കെ, യെസ്. അടുത്തത് ലാസ്റ്റ് ടോപ്പിക് ആയ എനർജി പിരമിഡ്. എന്താണ് എനർജി പിരമിഡ് എന്ന് നോക്കാം. യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ ഷേപ്പ് ഓഫ് പിരമിഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും പിരമിഡിന്റെ ഷേപ്പ് അറിയാലോ. ഈജിപ്റ്റ് പിരമിഡ് ഒക്കെ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതല്ലേ. അത് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നമ്മൾ പിരമിഡ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ പിരമിഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണ്. The base of the pyramid is broad. അല്ലെ, ബേസ് എപ്പോഴും ബ്രോഡ് ആയിരിക്കും. അപ്പെക്സിലേക്ക് പോകുമ്പോൾ നമുക്കൊരു നാരോ ആയിട്ടുള്ള ഒരു അപ്പെക്സ് ആണ്, നമുക്ക് ടിപ്പാണ് നമുക്ക് കാണാൻ പറ്റുക. One gets a similar shape whether you express the food energy relationship between the organism. ഇതേപോലെയുള്ള ഒരു ഷേപ്പാണ് നമുക്ക് ഒരു ഫുഡോ എനർജി റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ ഒരു എക്കോസിസ്റ്റമിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റുക. അറ്റ് ഡിഫറെന്റ് ട്രോപ്പിക് ലെവൽസ് this relationship is expressed in terms of number, biomass, energy. So ഇങ്ങനെയുള്ള ഒരു
ഷേപ്പ് നമുക്ക് ഒരു എക്കോസിസ്റ്റമിന്റെ ട്രോഫിക് ലെവലിൽ, അതായത് ഡിഫറെന്റ് ട്രോഫിക് ലെവലിൽ നമ്മൾ വരയ്ക്കുമ്പോൾ, ഓക്കെ, സോ എത്ര നമ്പർ ഉണ്ട്, എത്ര ബയോമാസ് ഉണ്ട്, എത്ര എനർജി ഉണ്ട് ഈ ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റമിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് നമുക്ക് കിട്ടുക. സോ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക? നമ്പർ, ബയോമാസ്, എനർജി. ഒരു എക്കോസിസ്റ്റമിൽ ഡിഫറെന്റ് ട്രോഫിക് ലെവൽസിൽ എത്ര നമ്പേഴ്സ് ഓഫ് ഓർഗാനിസം ഉണ്ട്, അല്ലെങ്കിൽ എത്ര ബയോമാസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണ് കിട്ടുക. The base of the each pyramid represents the producers. എപ്പോഴും ബേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആരാണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്, അതായത് പ്ലാന്റ്സ്. അടുത്തത് എന്താണ്? ഫസ്റ്റ്, അതായത് ബേസിലും അതിന്റെ മുകളിലായിട്ട് നമുക്ക് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെർബിവോഴ്സ് ആയിരിക്കും കാണാൻ പറ്റുക. നെക്സ്റ്റ് കാർണിവോഴ്സ് ആൻഡ് ഹയർ കാർണിവോഴ്സ്. സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു പിരമിഡിൽ കാണാൻ പറ്റുക. അതിൽ 3 പിരമിഡ് ഉണ്ടാവല്ലോ, അതായത് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് പിരമിഡ് ഓഫ് എനർജി. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്, നമ്മളിവിടെ കാണുന്നുള്ളത് നമ്പർ, ഓക്കെ, പിരമിഡ് ഓഫ് നമ്പർ. പ്രൊഡ്യൂസേഴ്സ് ഏറ്റവും കൂടുതലാണ് നമുക്ക് ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റമിൽ കാണാൻ പറ്റുക, അല്ലെ? സോ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, അതിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസ് കുറച്ചാണ്. അതിന് ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന കാർണിവോർസ് വളരെ കുറച്ചായിരിക്കും. അതിന് ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഹയർ കാർണിവോർസ് വളരെ കുറവായിരിക്കും. സോ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ഒരു ട്രീ എക്കോസിസ്റ്റം നിങ്ങൾ നോക്കിക്കേ, ഒരു ട്രീനെ ഒരു എക്കോസിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒറ്റ ട്രീ ആണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലാന്റിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പക്ഷികളാണെങ്കിലോ അതിനേക്കാളും കൂടുതലുണ്ടാവും. സോ ഇവിടെ നമുക്ക് ഇൻവേർട്ടഡ് പിരമിഡാണ് കാണാൻ പറ്റുക. ഓക്കെ, സോ അക്വാറ്റിക് എക്കോസിസ്റ്റമിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അക്വാറ്റിക് എക്കോസിസ്റ്റമിലും പിരമിഡ് ഓഫ് നമ്പർ നമുക്ക് ഒരു അപ്രൈറ്റ് പിരമിഡ് തന്നെയാണ് കാണാൻ പറ്റുക. അതായത് ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് വളരെ കൂടുതലുണ്ടാവും, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന സൂ പ്ലാങ്ക്ടോൺസ് കുറവായിരിക്കും, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഫിഷസ് വളരെ കുറവായിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ അടുത്തത് നമുക്ക് എന്ത് നോക്കാം? ദാറ്റ് ഈസ് ഡ്രൈ വെയിറ്റ്. ഇത് ഏതാണിത്? പിരമിഡ് ഓഫ് ബയോമാസ്. സോ ഇത് ബയോമാസിന്റെ ആണ്. ബയോമാസിന്റെ നോക്കുമ്പോഴും ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്രൈറ്റ് പിരമിഡ് തന്നെയാണ് കാണാൻ പറ്റുക. ബയോമാസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്, അതായത് പ്ലാന്റ്സ് വളരെ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ഹെർബിവോർസിനെക്കാളും കുറവാണ് കാർണിവോർസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. യെസ്, സോ അതുപോലെ തന്നെ എനർജി ആൾവേസ് അപ്രൈറ്റ് ആണ്. എനർജി എപ്പോഴും അപ്രൈറ്റ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ അതിൽ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് നമുക്ക് ഒരിക്കലും എനർജിയിൽ കാണാൻ പറ്റില്ല. പക്ഷെ നമ്പറും ബയോമാസിലും നമുക്ക് ഇൻവേർട്ടഡും കാണാൻ പറ്റും. ബിക്കോസ് ഇവിടെ അക്വാറ്റിക് എക്കോസിസ്റ്റം കണ്ടില്ലേ, അക്വാറ്റിക് എക്കോസിസ്റ്റമിൽ നമുക്ക് ഇൻവേർട്ടഡ് പിരമിഡ് ആണ് കാണാൻ പറ്റുക ബയോമാസിൽ. ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് എത്ര നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ വെയ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് കാണാൻ പറ്റുക. പക്ഷെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സൂ പ്ലാങ്ക്ടോൺസിന്റെ വെയിറ്റ് അതിനേക്കാളും കൂടുതലുണ്ടാവും, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഫിഷസിന്റെ വെയിറ്റ് അതിനേക്കാളും കൂടുതലുണ്ടാവും. അപ്പൊ നമുക്കൊരു ഇൻവേർട്ടഡ് പിരമിഡ് ആണ് ബയോമാസിൽ കാണാൻ പറ്റുക. പക്ഷെ എനർജിയിൽ മാത്രം എപ്പോഴും അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിരമിഡ് മാത്രമേ കാണാൻ പറ്റൂ. Okay, so any calculation of energy contained biomass or number has to include all organism at that trophic level. ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ആ ട്രോഫിക് ലെവലിൽ ഏതൊക്കെ ഓർഗാനിസം ഉണ്ടോ ആ എല്ലാ ഓർഗാനിസമിനും നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെ? എല്ലാ ഓർഗാനിസമിനെ ഇൻക്ലൂഡ് ചെയ്യണം. നോ ജനറലൈസേഷൻ വി മേക്ക് വിൽ ബി ട്രൂ ഇഫ് we take only few individuals. So generalization നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്? കുറച്ച് ഓർഗാനിസമിനെ മാത്രം വെച്ചിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ജനറലൈസ് ചെയ്യുക. പക്ഷെ ഫാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി ഓർഗാനിസമിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ആൾസോ a given organism may occupy more than one trophic level simultaneously. അതായത് ഒരു ഓർഗാനിസം ചിലപ്പോൾ ഒരു ട്രോഫിക് ലെവലിൽ മാത്രമല്ല ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവലിലും നമുക്ക് കാണാൻ പറ്റും. So one must remember that trophic level represent a functional level, not a species as such. So trophic level എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഒരു ഏരിയ ആണ്, ഒരു ലെവൽ മാത്രമാണ്. അവിടെ ഒരു സ്പീഷീസിനെ അല്ല നമ്മൾ സ്ഥാപിക്കുന്നത്. ഓക്കെ, given species may occupy more than one trophic level in same ecosystem at same time. For example,
നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പാരോ എന്ന് പറയുന്ന ഒരു കിളിയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറി കൺസ്യൂമർ ആണ്. പ്രൈമറി കൺസ്യൂമർ എപ്പോഴാകും ആ ഒരു പ്ലാന്റിൽ നിന്നും സീഡും ഫ്രൂട്ടും ഒക്കെ കഴിക്കുമ്പോൾ. പക്ഷേ അത് കാർണിവോറായിട്ട് മാറും. എപ്പോൾ കാർണിവോറായിട്ട് മാറും? ഇൻസെക്റ്റിനെയും വേംസിനെയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാർണിവോറായിട്ട് മാറും. ഓക്കെ, സോ ഒരേ പക്ഷി തന്നെയാണ്, ചിലപ്പോ പ്രൈമറി കൺസ്യൂമർ ആവാം, ചിലപ്പോ കാർണിവോർ ആയിട്ട് മാറാം. Okay, so in most ecosystem, all pyramid of number and energy and biomass are upright. കൂടുതൽ നമുക്ക് upright ആണ് കാണാൻ പറ്റുക. ദാറ്റ് ഈസ് പ്രൊഡ്യൂസർ ലാർജ് നമ്പറിൽ ഉണ്ടാവും, അതിൽ കുറവായിരിക്കും നമുക്ക് ഹെർബിവോർ കാണാൻ പറ്റുക, അതിൽ കുറവായിരിക്കും നമുക്ക് കാർണിവോർ കാണാൻ പറ്റുക. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സെപ്ഷൻസ് ഉണ്ട്. നമ്പർ ഓഫ് ബയോമാസിലും പിരമിഡ് ഓഫ് ബയോമാസിലും പിരമിഡ് ഓഫ് നമ്പറിലും രണ്ടിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇൻവേർട്ടഡ് പിരമിഡും കാണാൻ പറ്റും. സോ ഇഫ് യു വേർ ടു കൗണ്ട് ദി നമ്പർ ഓഫ് ഇൻസെക്ട് ഫീഡിങ് ഓൺ എ ബിഗ് ട്രീ. സോ ഒരു ട്രീ ആണ്, ഈ ട്രീനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന അതിലുള്ള വേംസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമ്പർ വളരെ കൂടുതലായിരിക്കില്ല. അപ്പൊ നമുക്ക് ഇൻവേർട്ടഡ് പിരമിഡാണ് കിട്ടുക അല്ലെ. സോ അതുപോലെ തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ബേർഡ്സോ അതിനേക്കാളും കൂടുതലാണ് കാണാൻ പറ്റുക. സോ ഇങ്ങനെ ഇൻവേർട്ടഡ് പിരമിഡ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബയോമാസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സീല് അല്ലെ, സീല് ഫൈറ്റോ പ്ലാങ്ക്ടോൺസ് കൂടുതലാണെങ്കിലും നല്ല കൂടുതലുണ്ടെങ്കിലും അതിനെ വേ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പ്ലാങ്ക്ടോൺസ് അതിനേക്കാളും കൂടുതൽ ഉണ്ടാവും, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഫിഷസ് അതിനേക്കാളും കൂടുതൽ വെയിറ്റ് ആണ് ഉണ്ടാവുക. സോ ഇൻവേർട്ടഡ് പിരമിഡ് ആണ് നമുക്ക് അവിടെയും കാണാൻ പറ്റുക. ഓക്കെ, സോ പക്ഷേ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും അപ്രൈറ്റ് ആണ്. ബിക്കോസ് എല്ലാ ഫുഡ് ചെയിനിലാവട്ടെ ഇല്ലെങ്കിൽ എല്ലാ ഒരു എക്കോസിസ്റ്റമിലും നമുക്ക് 10% ലോ അപ്ലൈ ആകും. ഓക്കെ, 10% ലോ അപ്ലൈ ആകും. 10% ലോ അപ്ലൈ ആവുന്നത് കൊണ്ട് തന്നെ ഒരു ട്രോഫിക് ലെവലിൽ നിന്നും ഇനിയൊരു ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ ഓൺലി 10% മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അപ്രൈറ്റ് പിരമിഡ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, yes, so അടുത്തത് നമുക്ക് നോക്കാം. However, there are certain limitation of ecological pyramids such as it does not take into account for the same species belonging to one or more trophic level. ഒരേ സ്പീഷീസ് ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവലിലേക്ക് അത് എൻ്റർ ആവുകയാണെങ്കിൽ അത് ഒരു ഫുഡ് വെബിന് അല്ലെങ്കിൽ ഒരേ ഒരു എക്കോസിസ്റ്റമിൽ തന്നെ ഒരു സ്പീഷീസ് കൺസ്യൂമർ ആയിട്ടും പ്രൊഡ്യൂസർ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഈ ഒരു എക്കോളജിക്കൽ പിരമിഡിൽ. അതുപോലെ തന്നെ ഇറ്റ് അസ്യൂംസ് സിമ്പിൾ ഫുഡ് ചെയിനിനെ മാത്രമേ ഈ ഒരു എക്കോളജിക്കൽ പിരമിഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡ് വെബിനെ നമുക്ക് ഇതിന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫുഡ് വെബിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മോറോവർ സാപ്രോഫൈറ്റ്സിന് നമ്മൾ ഇതിൽ ഇൻക്ലൂഡേ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഇല്ല ഇവിടെ. എക്കോളജിക്കൽ പിരമിഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. സോ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അതിനെ മെൻഷൻ ചെയ്യുക. അതുകൂടാതെ വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. അതായത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. വീക്ക് ക്വിസിന്റെ ലിങ്ക് ആയിരിക്കും. 5 to 10 questions ഉള്ള ഒരു വീക്ക് ക്വിസ് ലിങ്ക് ആയിരിക്കും. അത് ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള ആ എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഈ എല്ലാ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അത് കൂടാതെ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ആപ്പിനെ പറ്റിയിട്ടാണ്. സോ ടെലഗ്രാമിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, വേദാന്തു മലയാളത്തിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, അതുപോലെ തന്നെ PYQs, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവായിട്ട് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലും ലൈവായിട്ട് നമ്മൾ വരും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൂപ്പിലേക്കും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.